ഞാനിപ്പോൾ ആയിരിക്കുന്നത് വെല്ലൂർ സ്നേഹഭവനിൽ ആണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആതുര സേവന രംഗങ്ങളിൽ ഉള്ള വിവിധ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്നേഹഭവൻ. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സക്കറിയ മാർ സ്റ്റീവനാസ്യൂസ് തിരുമേനിയുടെ ദർശനത്തിൻ്റെയും ആത്മീയ ഉൾക്കാഴ്ചയുടെയും പരിണിത ഫലമായി 1984 ആരംഭിച്ചതായ ഒരു പ്രസ്ഥാനമാണ് സ്നേഹഭവൻ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഒരു തികഞ്ഞ സന്യാസി വര്യന്റെ ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തിൻ്റെ ഇഷ്ടസമൂഹത്തോടുള്ള സ്നേഹവും ഒരുപോലെ സമന്വയിച്ചതായ ദർശനത്തിൻ്റെ ഭാഗമാണ് സ്നേഹഭവൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹഭവൻ എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ സ്നേഹത്തെ ക്രിസ്തു എങ്ങനെ പ്രകടിപ്പിച്ചുവോ അതുപോലെ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരാതുര സേവന ആലയമാണ് സ്നേഹഭവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മറ്റ് പല മാരക രോഗങ്ങൾക്കും അടിമപ്പെടുമ്പോൾ അതിന് ചികിത്സ തേടി വരുന്ന ഒരു സ്ഥാപനമാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗങ്ങൾ പലരും അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. സഭാംഗങ്ങളും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ രോഗികളായി വരുമ്പോൾ അവർക്ക് ശരിയായ ഗൈഡൻസ് കൊടുക്കുവാനും അവരുടെ ചികിത്സകളിൽ സഹായിക്കുവാനും ചികിത്സാ സമയങ്ങളിൽ അവരെ താമസിപ്പിക്കുവാനും ഉതകുന്നതായ ഒരു സ്ഥാപനമാണ് വെല്ലൂർ സ്നേഹഭവൻ. കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ധാരാളം രോഗികളായ ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് ദൈവസ്ഥാനതയിൽ ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇന്ത്യക്ക് പുറത്തുള്ളതായ 2-3 രോഗികളായിരിക്കുന്ന ആളുകളെ കാണുവാനായി സാധ്യമായി. ഈ സാധിച്ചിരിക്കുന്നതായ ക്യാൻസർ രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിക്കുന്ന ആളുകളെയാണ് എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മലങ്കര സഭയുടെ ഒരു സുപ്രധാന സ്ഥാപനം എന്ന നിലയ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹീലിംഗ് മിഷൻ, മനുഷ്യാവതാര രഹസ്യങ്ങളുടെ പിന്തുടർച്ച എന്ന നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അതിനായി നിൽക്കുകയാണ്. അവരുടെ ചികിത്സ ശരിയായ രീതിയിൽ നടത്തുവാനും സഹായിക്കേണ്ട ഉത്തരവാദിത്വം സഭ എന്ന നിലയിൽ, പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരം എന്ന നിലയ്ക്ക് നമുക്ക് നാം ഏവരും ബാധ്യസ്ഥരാകുന്നു എന്നത് ഓർപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് ആണ് നാം ഇതിനെ കാണുന്നത്. സഭാമക്കൾ നിർലോഭമായി സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനത്തെ നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. ഇവിടെ വരുന്ന ആളുകൾ ധനമുള്ളവരും ദരിദ്രരുമായ ആളുകൾ പലരുമുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാവരെയും ശുശ്രൂഷിക്കുവാനും ഈ സ്ഥാപനത്തിന് സാധ്യമാകുന്നത് സഭാമക്കളുടെ
നിർലോഭമായ സഹായങ്ങൾ കൊണ്ടാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായങ്ങൾ പ്രാർത്ഥന വഴിയായും സഹകരണങ്ങൾ വഴിയായും സാമ്പത്തിക സഹായം വഴിയായും നൽകേണ്ടത് അത്യാവശ്യമായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇവിടെ ദൈവനാമം മഹത്വപ്പെടും, സഭയുടെ മുമ്പ് ഉയരുകയും ചെയ്യും. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നൽകുവാനായി സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ലഘുവെങ്കിലും തുക ഉൾക്കൊള്ളിക്കുവാനായിട്ട് സന്മനസ് കാണിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പരിശുദ്ധ പിതാവിനോടുള്ളതായ നമ്മുടെ എല്ലാവരുടെയും ആദരവ് അറിയിക്കുന്നു. പിതാവ് ആ കാണിച്ച സന്മനസ്സിനോട് ചേർന്ന് സഭാമക്കൾ മുഴുവൻ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഉദ്ഘാടനത്തിനും വേണ്ടി സാമ്പത്തിക സഹായം നൽകി ഇതിൻ്റെ വളർച്ചയെ സഹായിക്കണമെന്ന് നൽകിയിരുന്ന ഞാൻ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ശുശ്രൂഷ എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും ആവശ്യപ്പെടുകയും ഒരപേക്ഷയായി സമർപ്പിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ സ്ഥാനതയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി നൽകുന്ന ഓരോന്നിനും പ്രത്യേകമായ കണക്കുണ്ട്. അത് അനുഗ്രഹമായി നമ്മുടെ എല്ലാവരുടെയും മേൽ തിരിച്ചു വരുന്ന ഒന്നായിരിക്കും എന്നാണ് തലത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് കുറിച്ച ചില മിഷണറിമാരാകുന്നു നാം എന്ന ചിന്തയിൽ ഈ സ്ഥാപനത്തെ സഹായിക്കുവാൻ നമ്മുടെ പ്രധാനമക്കളും മറ്റ് അഭ്യുദയകാംക്ഷികളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഡൽഹിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ കൂടെ അവസാനിപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിന് വേണ്ടി ഇപ്പോൾ അധ്വാനിക്കുന്ന ഇതിൻ്റെ എല്ലാ ചുമതലക്കാരെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എലി ചാക്കോ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായ കമ്മിറ്റിയെയും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും ഇവിടെ രോഗികളായി സൗഖ്യം നേടുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നുവന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്നേഹത്തോടും കൂടി ബലഹീനനായ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത മദ്രാസ് ഭദ്രാസനത്തിൽ ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തലോടലുമായി സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് വെല്ലൂർ സ്നേഹഭവൻ. CMC ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് സാന്ത്വനമായി ആശ്വാസമായി സ്നേഹഭവൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് മദ്രാസ് ഭദ്രാസനത്തിന് ഏറെ സന്തോഷം പകരുന്നു. സ്നേഹഭവൻ്റെ രണ്ടാം ഘട്ട വിപുല പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണച്ചെലവുകൾ കൂടുതലായിട്ടുണ്ടെങ്കിലും സ്നേഹിക്കുന്നവർ നൽകുന്ന സംഭാവനകളും അതിലൂടെ ലഭിക്കുന്ന കൈത്താങ്ങലുകളും പ്രചോദനവുമാണ് സ്നേഹഭവനെ താങ്ങി നിർത്തുന്നത്. ഓർത്തഡോക്സ് സഭാംഗങ്ങളായും മറ്റ് ഇതര സഭാംഗങ്ങളായും വരുന്നവർക്ക് ആശ്വാസമായി സ്നേഹഭവൻ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വിപുലപ്പെടുത്തേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സ്നേഹഭവനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, സ്നേഹഭവൻ്റെ പ്രവർത്തനങ്ങളിൽ അല്പമെങ്കിലും പങ്കാളികളാകുവാൻ, സ്നേഹഭവൻ്റെ തണലിൻ്റെ കീഴിൽ ആശ്വാസം തേടി വരുന്നവർക്ക് ആശ്വാസം നൽകുവാൻ നിങ്ങളും സ്നേഹഭവൻ്റെ ഭാഗമായി തീരണം എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവതിരുസന്നിധിയിൽ നൽകുന്ന ഏറ്റവും വലിയ സേവനമായി
ദൈവസ്നേഹമായി സ്നേഹഭവൻ്റെ പ്രവർത്തനങ്ങളോട് അണിചേരുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹഭവന് വേണ്ടി അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്പമായോ അധികമായോ സ്നേഹഭവൻ്റെ കീഴിൽ സേവനം ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങളേവരും പ്രാർത്ഥിക്കുക. എല്ലാവരെയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മദ്രാസ് ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സക്കറിയാമാർ ദേവനാസു തിരുമേനിയുടെ ഷഷ്ടിയാബ്ദപൂർത്തി സ്മാരകമാണ് വെല്ലൂർ സ്നേഹഭവൻ. 1984 ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെട്ട് ആരംഭിച്ച ഈ സ്ഥാപനം നാനാജാതി മതസ്ഥരും ഭാഷക്കാരുമായ അനേകർക്ക് ആശ്വാസവും പിന്തുണയും സാന്ത്വനസ്പർശവുമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിദ്ധമായ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അപരിചിതമായ സ്ഥലവും പരിചയമില്ലാത്ത ഭാഷയും ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും താമസ സൗകര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മയും ഒക്കെ രോഗങ്ങൾക്കും ശാരീരികവും മാനസികവുമായ വേദനകൾക്കും ആക്കം കൂട്ടുമ്പോൾ സാന്ത്വന സ്പർശമായി ആശ്വാസമായി പ്രാർത്ഥനയുടെ ആത്മീയ പിന്തുണയുമായി ആശുപത്രിക്കുള്ളിലും പുറത്തുമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികരും ഒരു സോഷ്യൽ വർക്കറും ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് വെല്ലൂർ സ്നേഹഭവൻ. 8 മുറികൾ മാത്രമായി ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ മറ്റ് സഭകൾക്കും പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ഇത് പുതിയ ഒരു ആശയം മാത്രമായിരുന്നു. എന്നാൽ സാമ്പത്തിക ഭദ്രതയും ആളും അർത്ഥവും ദീർഘവീക്ഷണവും മറ്റുള്ളവർക്ക് കൂടിയപ്പോൾ സ്നേഹഭവൻ ഏറ്റവും ചെറുതായി എന്ന് മാത്രമല്ല അപര്യാപ്തവുമായി തീർന്നു. യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും ജീവിക്കുന്ന മാതൃകകളാകുവാനാണ് നമ്മെ ക്രിസ്ത്യാനിയായി ദൈവം വിളിച്ചിരിക്കുന്നത്. അതിലൂടെ ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും അനുഭവവേദ്യമാക്കുകയും ഒരു ക്രിസ്ത്യാനിയുടെ പരമപ്രധാനമായ ധർമ്മമാണ്. അശരണരും വേദനിക്കുന്നവരും രോഗികളുമായവർക്ക് യേശു തമ്പുരാൻ സാന്ത്വനസ്പർശമായിരുന്നു. അവന്റെ അടുത്തു വന്ന എല്ലാ രോഗികളെയും ഒരുവിധ സംവരണവും പ്രതിഫലവും കൂടാതെ അവൻ സൗഖ്യമാക്കി. ഇത് സഭയുടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഈ മിഷനാണ് സ്നേഹഭവനിലൂടെ തുടരുന്നത്. ചികിത്സയുടെ കാലയളവ് അത് ഹ്രസ്വമായാലും ദീർഘമായാലും വേദന നിറഞ്ഞതാണ്. ഈ വേദനകളിൽ താങ്ങും തണലുമാകുവാൻ സാധിക്കുന്നത് ഭാഗ്യമായി കാണുകയാണ്. സഭകൾക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും 7 സെന്റേഴ്സും ധാരാളം ലോഡ്ജുകളും ഒക്കെ ഉള്ള ഈ വെല്ലൂർ പ്രദേശത്ത് സ്നേഹഭവന്റെ ഇന്നത്തെ പ്രസക്തി എന്താണ് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. സ്നേഹഭവനാണ് ഇതംപ്രഥമമായി സ്ഥാപിക്കപ്പെട്ട ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്റർ എന്നതാണ് ഒന്നാമത്തെ അതിന്റെ പ്രത്യേകത. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന സ്ഥാപനവും ഇതുതന്നെയാണ്. സമ്പന്നരെന്നോ അല്ലാത്തവരെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും കൂടാതെ അവിടെ വരുന്ന എല്ലാവർക്കും ഒരു കുറവും വരാതെ ഒരേ സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നു എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദീർഘനാളുകൾ ചികിത്സിക്കപ്പെടേണ്ടിയ രോഗികൾക്കും ബന്ധുക്കൾക്കും സാമ്പത്തികം ഒരു പരീക്ഷിക്കുകയാകുമ്പോൾ പലപ്പോഴും വാടക തരാൻ പോലും നിവൃത്തിയില്ലാതെ വരുന്നവരോട് അവർക്കുള്ളതിന്റെ വീതം മാത്രമോ ചിലപ്പോൾ സൗജന്യമായും ഒക്കെ താമസിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അനുവദിക്കുന്നതാണ് ക്രിസ്തീയ ധർമ്മമെന്ന് ഇതിന്റെ ചുമതലക്കാർ വിശ്വസിക്കുന്നു. പല രോഗികൾക്കും ഭക്ഷണ നിയന്ത്രണം ഉണ്ടാകുമ്പോൾ ശുചിത്വത്തെ പ്രതി ഭവനത്തിലുണ്ടാക്കുന്ന ഭക്ഷണം ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിന്റെ ആവശ്യകത ഏറുന്നത്. കാരണം കുറഞ്ഞ ചെലവിൽ വിശ്വാസ്യതയോടെ ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുവാൻ ക്രമീകരണം ആരംഭം മുതലേ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആവശ്യക്കാരുടെ എണ്ണം വളരെ ഏറെയാണ്. സ്നേഹഭവന തണലിൽ ചികിത്സകൾ നടത്തുവാൻ തക്കവണ്ണം അന്വേഷിച്ചു വരുന്നവരോട് മുറികളുടെ അപര്യാപ്തത മൂലം മറ്റ് സ്ഥാപനങ്ങൾ താമസിപ്പിക്കേണ്ടി വരുമ്പോൾ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ചാടിയവന്റെ ദയനീയാവസ്ഥയാണ് ആ മുഖങ്ങളിലും നിറയുന്ന കണ്ണുകളിലും കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ വൈദികരെ പോലും താമസിപ്പിക്കുവാൻ ഇടമില്ലാതെ വരുമ്പോൾ പെന്തക്കോസ്ത് വിഭാഗത്തിന്റെയോ മറ്റ് സഭാവിഭാഗങ്ങളുടെയോ ഒക്കെ
സ്ഥാപനങ്ങളിൽ കൊണ്ടുചെന്ന് ആക്കിയിട്ട് പോരുമ്പോൾ വിശുദ്ധ പുസ്തകങ്ങളെ നോക്കുന്ന ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടില്ല എന്നറിയിക്കുവാൻ ഹൃദയശൂന്യർക്ക് പോലും ആവുകയും. ഈ ഒരു അവസ്ഥയിലാണ് സ്നേഹഭവൻ 2ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചത്. പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൂർത്തിയായാൽ 3 നിലകളിലായി 24 മുറികൾ സർവസജ്ജമാകും. 3 നിലകളിലും സെൽഫ് കുക്കിംഗ് സൗകര്യവും ഒരുക്കുന്നതോടൊപ്പം ഡൈനിങ് കം റീഡിംഗ് ഹാൾ ക്രമീകരിക്കുന്നുണ്ട്. വേദനകളുടെ ഇടവേളകൾ ആശ്വാസമാകുവാൻ TV സംവിധാനവും ശരീരവും മനസ്സും തകർന്നവർക്ക് ഏതു സമയത്തും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുവാനും വേണ്ടി ഒരു ചാപ്പലും ഒരുക്കുവാൻ ആഗ്രഹിച്ചാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പണി പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് രോഗികളുടെ സൗകര്യാർത്ഥം ഒരു ലിഫ്റ്റും ക്രമീകരിക്കേണ്ടതായുണ്ട്. 3ാം നിലയുടെ റൂഫിംഗ് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞതൊക്കെ ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുകയാണ്. ഇത് പരിശുദ്ധ സഭയുടെ പൊതുവായ ആവശ്യമായി കാണണം. രോഗിയാകുന്നവരുടെ വേദനയിൽ പങ്കുചേരുവാൻ ക്രിസ്തുനാഥനെ പോൽ നമുക്ക് സാധിക്കണം. അതിന് വെല്ലൂർ സ്നേഹഭവൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന രോഗികളെ സ്നേഹഭവനിലും CMCയിലും എത്തിക്കുവാൻ മദ്രാസ് റോഡ്വേ സെന്റ് തോമസ് കത്തീഡ്രൽ സംഭാവന നൽകിയ ഒരു മാരുതി ഓമ്നി വാൻ വലിയ ആശ്വാസമാണ്. പരിശുദ്ധ സഭയുടെ മക്കളായ മനുഷ്യസ്നേഹികൾ ഈ സംരംഭത്തിന്റെ വളർച്ചയിൽ അനുകൂലമായി പ്രതികരിക്കുമെന്ന് ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ സ്ഥാപനത്തെ കുറിച്ച് വളരെ താല്പര്യത്തോടും പ്രതീക്ഷയോടും ഇതിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത് ഇത്തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. മദ്രാസ് ഭദ്രാസനത്തെ മുൻപ് നയിച്ച പിതാക്കന്മാർ നൽകിയിട്ടുള്ളതും ഇപ്പോൾ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത തിരുവനന്തപുരം ഭദ്രാസന കൗൺസിലും ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളുടെയും പ്രാർത്ഥനയും അക്ഷീണ പരിശ്രമവും പിന്തുണയും ഈ സ്ഥാപനത്തെ മുമ്പോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മലങ്കര സഭയ്ക്ക് വെല്ലൂരുള്ള സെന്റ് ലൂക്ക് ഇടവകയുടെ പിന്തുണയാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലെ അതിപ്രധാനമായ ഘടകം. ഈ ഇടവകയുടെ വികാരിയച്ഛന്മാർ കാലാകാലങ്ങളിൽ ഈ സ്ഥാപനത്തിൽ പ്രതിഫലേറ്റ കൂടാതെ പ്രവർത്തിച്ചത് അനുഗ്രഹീത സാക്ഷ്യമാണ്. കഴിഞ്ഞ 1 വർഷം മുൻപ് വരെ മദ്രാസ് ഭദ്രാസനത്തിലെ പ്രീതമനാരിയൻ വെല്ലൂർ സ്നേഹഭവന്റെ നടത്തിപ്പിൽ സുത്യർഹമായ സേവനമാണ് നൽകിയിട്ടുള്ളത്. അതിൽ പലരുടെയും വൈദിക ശുശ്രൂഷയിൽ ഇവിടുന്ന് ആർജിച്ച അനുഭവങ്ങൾ ശ്രേഷ്ഠ സമ്പത്തായി എന്നുള്ളതും സാക്ഷ്യമാണ്. ഇപ്പോൾ സ്ഥാപനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന അരികക്കല്ലായി ഒരു സ്ഥിരം സ്റ്റാഫിനെ നിയമിച്ചു എന്നത് സന്തോഷത്തിന്റെ വസ്തുതയാണ്. മിസ്റ്റർ ജിജോ കെ തോമസ് ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ അനേകർക്ക് ആശ്വാസമായും ലോകത്തിന് സാക്ഷ്യമായും ഈ സ്ഥാപനം ഇതുവരെ നിലനിൽക്കുന്നതിന് പിൻപിൽ ഇവിടെ താമസിച്ച് ചികിത്സ നടത്തിയിട്ടുള്ളവരുടെയും ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെയും ഇതിനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അനേകരുടെ കണ്ണുനീരും പ്രാർത്ഥനകളും നിർലോഭമായ സഹായ സഹകരണങ്ങളും തന്നെയാണ് എന്ന് ക്രിസ്തുവിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ഇപ്പോഴും വൈദികരും അൽമാരുമായ അനേക സഭാമക്കൾക്ക് മലങ്കരയുടെ ഈ സ്ഥാപനം അജ്ഞാതമായി തുടരുന്നത് മലങ്കര സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാടിന്റെ ബലഹീനതയാണ് എന്ന് നാം തിരിച്ചറിയണം. പല രോഗികളെയും പരിചയപ്പെടുമ്പോൾ അവർ ഇങ്ങനൊരു സംവിധാനം നമുക്കുള്ളതായി കേട്ടിട്ട് പോലുമില്ല. പക്ഷേ നമ്മുടെ വൈദികരിൽ നിന്നും അൽമായ നേതാക്കന്മാരിൽ നിന്നുമൊക്കെ അറിഞ്ഞത് മറ്റു സഭകൾക്കുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കണ്ണു നിറയുന്നത് സ്ഥിര സംഭവമാണ്. ഇങ്ങനെയൊരു പ്രചാരണത്തെ കുറിച്ച് ആലോചിച്ചതിന്റെ പിൻപിലും ഈ വേദനയാണ് കാരണമായി തീർന്നത്. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ ആതുര സേവന രംഗത്ത് സുത്യർഹമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിലും വളർച്ചയിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയും സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി ആരെങ്കിലും വരേണ്ടി വന്നാൽ നിങ്ങളെ കരുതുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സുസജ്ജമായ ഒരു സംവിധാനമുണ്ട് എന്ന് ഓർക്കുക. നിങ്ങളുടെ വേദനകളിൽ ആശ്വാസമാകുവാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന ഉറപ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിൽ സ്നേഹത്തോടെ എബിയസ്.